ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി പായസമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബറാത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി പായസമാണ്. നമ്മൾ സാധാരണ കണ്ണൂരിലൊക്കെ കായ്ക്കറിയും ചക്കര പായസം ഒക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇത് കുറച്ചും കൂടെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. തേങ്ങാപ്പാലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കഴിച്ച ആരും വേണ്ടാന്ന് പറയില്ല. അത്ര ടേസ്റ്റ് ഉള്ള ഒരു പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നേരിയരി ഒന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. നേരിയരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ബിരിയാണി വെക്കുന്ന കുഞ്ഞി അരിയാണ്. നല്ല മണമുള്ള അരിയില്ലേ, കൈമ അരി അല്ലെങ്കിൽ ജീരകശാല അരി എന്നൊക്കെ പറയും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതൊരു കൈപ്പിടി നിറയെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കപ്പ് അളവ് പറയുകയാണെങ്കിൽ അരക്കപ്പിന് താഴെ വരുള്ളൂ. അരക്കപ്പ് എന്തായാലും വേണ്ട. അപ്പൊ അത് നമുക്ക് കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ലോണം വേവണം. നമ്മൾ ചോറ് വെക്കണ പോലെയല്ല. അപ്പൊ ഈ വെള്ളം മുഴുവൻ വറ്റിച്ചിട്ട് നല്ല പോലെ വേവിച്ചെടുക്കുക. വെള്ളം അല്ലാതെ ഊറ്റി കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ പച്ചരിയും അതേപോലെ തന്നെ ബസ്മതി ഒക്കെ വെച്ച് ചെയ്യാം. പക്ഷെ ഇതിന്റെ അത്രയും ടേസ്റ്റ് എന്തായാലും കിട്ടൂല. കാരണം ഈ അരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും നല്ല സ്മെല്ലും ഉണ്ട്. അപ്പൊ അത് അവിടെ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പണി തുടങ്ങാം. അപ്പൊ അത് അവിടെ നിന്ന് വേവട്ടെ. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ക്യാരറ്റ് വേവിച്ചെടുക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടി ഞാനിവിടെ വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്, ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിനകത്താണ് പായസം മുഴുവനായിട്ട് ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പൊ അത്രയും വലുത് എടുക്കുക. അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട്, നെയ്യ് നല്ലോണം ഇഷ്ടമുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ വരെ എടുക്കുക. അതിനകത്തോട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. ക്യാരറ്റ് ഏകദേശം ഒരു 3 അത്യാവശ്യം വലുപ്പമുള്ള ക്യാരറ്റ് ഉണ്ടാവും. നമ്മൾ കപ്പ് അളവ് നോക്കുകയാണെങ്കിൽ 1.5 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1-2 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നല്ല പോലെ ആ നെയ്യൊക്കെ ക്യാരറ്റിൽ പിടിക്കണം. അതേപോലെ തന്നെ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ചുരുങ്ങണം, ഒത്തിരി വേണ്ട. ഒത്തിരി ആയിക്കഴിഞ്ഞാലും വലിയ രസം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല പോലെ ആ ഒരു പച്ച മണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ക്യാരറ്റിന്റെ പച്ചമണൊക്കെ മാറി ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ചുരുങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തതിന് ശേഷം തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ തീ ഓഫ് ചെയ്യാണ്. നിങ്ങൾ 2 അടുപ്പിൽ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ചെയ്താൽ മതി. അപ്പൊ ഇനി നമുക്ക് അരി എന്തായി നോക്കാം. ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നല്ലൊരു കുഴഞ്ഞ പരുവത്തിലാണ് ഉള്ളത്. ഇങ്ങനെ മതി, ഒരുപാട് അങ്ങ് കടിക്കുന്ന പരുവം വേണ്ട. അപ്പൊ ഇതിനകത്തോട്ട് ഇനി ഞാൻ 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പായസം എന്ന് പറയുന്നത് ഒരുപാട് കട്ടി ഉണ്ടാവില്ല. നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. അപ്പൊ അതായത് ഞാൻ പാലും ഈ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലിൽ കിടന്ന് ചോറ് ചെറുതായിട്ടൊന്ന് വേവണം എന്ന് പറഞ്ഞാൽ ആ പാലൊക്കെ അതിനകത്ത് പിടിക്കണം. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു കപ്പിന്റെ അടുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് 1 കപ്പ് ചേർക്കണ്ട, കുറച്ചായിട്ട് ചേർത്തിട്ട് നിങ്ങളുടെ മധുരം നോക്കി ചേർക്കുക. പായസം ആകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം വേണം. അപ്പൊ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പൊ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു. അപ്പൊ ആ ചോറിൽ ആ പാലും പഞ്ചസാരയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് നല്ല കട്ടിയിലാണ് വേണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ മൈദയോ എന്തായാലും കുഴപ്പമില്ല, അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് ഒരു 2 മിനിറ്റ് വേവിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കട്ടിയുള്ള പായസമായിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വേണ്ട രീതിക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ എന്തായാലും അതൊന്നും ചേർക്കുന്നില്ല, കാരണം എനിക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാനുള്ള പരുവാണ് വേണ്ടത്. അപ്പൊ ഇനി നമുക്ക് ഇത് ക്യാരറ്റ് വെച്ചിട്ടുള്ള ആ ഒരു കടായിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു കടായിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതിന്റെ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഒരു മഞ്ഞ കളർ, ലൈറ്റ് മഞ്ഞ കളർ വന്നിട്ടുണ്ട്. ക്യാരറ്റിന്റെ കളറാണ്. അപ്പൊ നല്ല കളറുള്ള ക്യാരറ്റ് ഒക്കെ ആണെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാൻ. അതേപോലെ തന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് പഞ്ചസാര ചേർത്തതിന് പകരം മിൽക്ക് മെയ്ഡ് ഉള്ളവരാണെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. അപ്പൊ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ എന്റെ കയ്യിൽ എന്തായാലും അതില്ല, ഞാൻ അതുകൊണ്ട് ചേർത്തിട്ടില്ല. അപ്പൊ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റിന്റെ കൂടെ ഇതൊന്ന് വേവണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 1-2 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റിന്റെ രുചിയൊക്കെ പാലിൽ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 1-2 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും പാട കെട്ടാൻ പാടില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പാട കെട്ടി കഴിഞ്ഞാൽ പായസത്തിന്റെ ടേസ്റ്റ് കുറയും.
അപ്പോൾ ഇതേ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഞാനൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. 1-2 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്യാരറ്റിന്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുന്നുണ്ട്. നെയ്യൊക്കെ എടുക്കുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. കാരണം ചില ആൾക്കാർക്ക് നെയ്യിന്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർ കുറച്ച് ഇട്ടാൽ മതി. അപ്പം നെയ്യ് നല്ല ചൂടാകുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് അധികം ഇട്ട് കൊടുത്താലും നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പം അതൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് കോരിയിട്ട് പായസത്തിനകത്തോട്ട് മാറ്റാം. ഇനി ഞാൻ കുറച്ച് മുന്തിരിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി പായസത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നെയ്യ് അടക്കം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതേ ഞാൻ എല്ലാം പായസത്തിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചൂടോടെയോ അല്ലാണ്ട് തണുപ്പിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും സേവ് ചെയ്യാം. എനിക്ക് തണുപ്പിച്ചിട്ട് പായസം കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർ അങ്ങനെ കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും തണുപ്പിച്ച് കഴിക്കുമ്പോഴും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഇഷ്ടമാവും. അത്ര ടേസ്റ്റുള്ള ഒരു പായസമാണ്. അപ്പോൾ എന്നും വറാത്തിന് സ്ഥിരം ട്രൈ ചെയ്യുന്ന പായസം മാറ്റി വെച്ചിട്ട് ഇതൊന്ന് വെറൈറ്റിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും. അതേപോലെ തന്നെ ബറാത്ത് ഇല്ലാത്തവരാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് പറയുക. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല കിടിലനായിട്ടുള്ള റെസിപ്പി ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ watching.